ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെന്റർ, അജ്മാൻ. പ്രഗ്നൻസിയിലുള്ള വെയിറ്റ് ഗെയിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓരോ മദറും പ്രഗ്നൻസിയിൽ 9 to 15 kg വരെ വെയിറ്റ് ഇൻക്രീസ് ആകേണ്ടതുണ്ട്. ഈ വെയിറ്റ് വരുന്നത് മദറിൻ്റെ വെയിറ്റ്, മദറിൽ ഫ്ലൂയിഡും ബ്ലഡും കൂടുതൽ വരുന്നത് കൊണ്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ആവുന്നത് കൊണ്ടും മദറിന് ഒരു വെയിറ്റ് ഗെയിൻ വരും. പിന്നെ കുട്ടിയുടെ കോൺട്രിബ്യൂഷൻ ഒരു 2.5 മുതൽ 3.5 kg വരെ ബേബി വെയിറ്റ് വരാം. പിന്നെ ബേബി കിടക്കുന്ന വെള്ളത്തിന് ഒരു 1 to 1.2 kg വരെ ഉണ്ടാകാം. പ്ലാസൻ്റയ്ക്ക് ഒരു 600 to 800 gram വരെ വെയിറ്റ് ഉണ്ടാകാം. ഇതെല്ലാം കൂടെയാണ് മദറിൻ്റെ വെയിറ്റ് കൂടി വരുന്നത്. ഒരു മാസത്തിൽ ഏകദേശം 1 കിലോ വെയിറ്റ് കൂടേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 മാസങ്ങളിൽ ചിലപ്പോൾ ഛർദിയും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ വെയിറ്റ് ഗെയിൻ ശരിയായ രീതിയിൽ ഉണ്ടാവണമെന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ എല്ലാ മാസവും ഓരോ കിലോ വീതം കൂടേണ്ടതുണ്ട്. അപ്പോൾ വെയിറ്റ് കറക്റ്റായിട്ട് കൂടിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ്, വല്ലാത്ത രീതിയിൽ ക്രമാതീതമായി കൂടിയാലും പ്രശ്നങ്ങളുണ്ട്. വെയിറ്റ് എക്സസ് ആയിട്ട് കൂടുകയാണെങ്കിൽ അത് ചിലപ്പോൾ വലിയ ബേബി ആവാൻ, ബേബി ഓവർ വെയിറ്റ് ആവാൻ സാധ്യതയുണ്ട്. ബേബി കിടക്കണ വെള്ളം കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഓപ്പറേഷൻ ഡെലിവറി, സിസേറിയനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറികളോ ഒക്കെ വേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുട്ടിയുടെ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും മദറിൻ്റെ വെയിറ്റ് ഗെയിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആവശ്യമാണ്. മദറിന് വെയിറ്റ് ഗെയിൻ ശരിയായ രീതിയിൽ ഇല്ലെങ്കിൽ കുട്ടിക്ക് വളർച്ച കുറവ്, തൂക്കക്കുറവ്, പ്ലാസൻ്റയ്ക്ക് ഇൻസഫിഷ്യൻസി, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് മദറിൻ്റെ വെയിറ്റ് ഗെയിൻ മാനേജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എക്സസ് ആയിട്ട് വെയിറ്റ് കൂടി വരികയാണെങ്കിൽ ഡയബറ്റീസ്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ട ചെക്കപ്പുകളും എല്ലാം ചെയ്യും. അപ്പോൾ നോർമലായിട്ട് മദറിൻ്റെ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് എല്ലാ പ്രഗ്നൻ്റ് ലേഡീസും കഴിക്കണം. ഒരു അരമണിക്കൂർ നേരം നടക്കുക, അങ്ങനെയുള്ള വ്യായാമങ്ങളും ചെയ്യണം. പ്രോപ്പർ ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് മദറിൻ്റെയും ബേബിയുടെ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മദറും ബേബിയും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്.